ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയുമാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20-3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നത് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തീങ്കാതിയ സമ്പ്രദായം. തീങ്കാതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2017-ലാണ്. അഹമ്മദാബാദ് മിൽ സമരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഈ സമരം നടന്നത് ഗുജറാത്തിലാണ്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മിൽ ഉടമകൾ ആവശ്യം അംഗീകരിച്ചു. അഹമ്മദാബാദ് സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവാണ് അനസൂയ സാരാഭായി. ഗേദ സത്യാഗ്രഹം 1918. ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദ സത്യാഗ്രഹം. ഗേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക്. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് നൽകുകയും ചെയ്തു.